പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്തിനെയാണ് തോൽപ്പിക്കുന്നത്. 3 വിക്കറ്റിൻ്റെ ഒരു ജയം. അതിൽ നിന്ന് 5 വിക്കറ്റിൻ്റെ ജയമാക്കി മാറ്റിയെടുക്കുകയാണ്. അവർ ഒരു കളിയില്ലാ ഒരു ഘട്ടത്തിലേക്ക് അവർ വരിക തന്നെയാണ് ചെയ്യുന്നത് ശരിക്കും ഇത് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ചെന്നൈ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോഴും മനസ്സിലാവാത്തത്. ചെന്നൈ ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ് നമ്മൾ സഞ്ജു സാംസൻ്റെ ഒരു മത്സരം എന്ന് പറയുന്നത്, സഞ്ജു സാംസൺ ഇന്നും നമ്മൾ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. ചെപ്പോക്കിലാണ് കാണികൾ ഒരുപാട് സഞ്ജുവിനെ പ്രതീക്ഷിച്ച് വരികയാണ്. എന്നിട്ട് എന്താണ് സഞ്ജു ചെയ്തത് എന്നുള്ളതാണ്. സഞ്ജു ഒരു അനാവശ്യ ഷോട്ട് എന്നുള്ള രീതിയിലാണ് കീപ്പർ ക്യാച്ച് പോകുന്നതിന് കുറച്ച് കയറി വന്ന് അങ്ങനെ അടിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടോ എന്നുള്ളതും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ സഞ്ജു നേരത്തെയൊക്കെ നമ്മൾ ന്യൂസിലാൻഡ് പര്യടനത്തിലൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹം പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ അടിക്കുന്നു, വെറുതെ ഔട്ടാകുന്നൊക്കെ ഒരു ആവശ്യമില്ലാത്തൊരു ഷോട്ടുകൾ അടിച്ചുകൊണ്ട് അദ്ദേഹം ഔട്ടാകുന്നതല്ലേ. ആ രീതിയിലേക്ക് വീണ്ടും സഞ്ജു ആ ഒരു രീതിയിലേക്ക് മാറുകയാണോ എന്നുള്ളൊരു സംശയം കൂടി ഈ കാര്യത്തിലൂടെ മനസ്സിലാവണം. പക്ഷേ അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി നമുക്കുണ്ട്. ഇന്ന് ചെന്നൈയുടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ചെന്നൈ നേരത്തെ MSK പറയുന്നതോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കത്തില്ല. കാരണം ഇന്ന് ചെന്നൈയുടെ എല്ലാ കളിക്കാരും അത്യാവശ്യം സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആയുഷ് മാത്രയെ കുറിച്ച് പറയാനില്ല, അദ്ദേഹം ബാറ്റിങ്ങിലല്ല ബാറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ, ബാറ്റിങ്ങിൽ ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ എല്ലാവരും ഒറ്റയൊക്കെ സ്കോറിലേക്കൊക്കെ പുറത്താകുന്ന സാഹചര്യത്തിൽ ഇന്നെല്ലാവരും അത്യാവശ്യം കളിച്ചവരൊക്കെ അത്യാവശ്യം അടിക്കുന്ന, അതായത് 200 കടക്കുന്ന ഒരു സ്കോറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ബൗളിങ്ങിൽ അവർക്ക് നിരാശപ്പെടുത്തി, അല്ലെങ്കിൽ അത് അവർക്ക് മുതലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ആയുഷ് മാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം അണ്ടർ-19 ലോകകപ്പിൽ അദ്ദേഹം നന്നായി പെർഫോം ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം നന്നായി കളിക്കുന്നുണ്ട്. അത് ചെന്നൈക്ക് നല്ല മുതൽക്കൂട്ടാവുന്നുണ്ട്. ഇന്നത്തെ ഒരു 73 റൺസ് എന്ന് പറയുന്നത് അതൊരു ഗംഭീര പ്രകടനം തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പം ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞു ഗെയ്ക്വാദ് ശരിക്കും അദ്ദേഹത്തിന് ഒരു തുണ നൽകുന്ന പോലെ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ തുടക്കത്തിലൊക്കെ അദ്ദേഹം അടിച്ചു കളിക്കുന്നു, ഗെയ്ക്വാദ് ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്നു എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം തീരെ സ്കോർ ചെയ്യാതെ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ ആയുഷ് മാത്രയെ പോലെയുള്ള, സർഫറാസ് ഖാനെ പോലെയുള്ള കളിക്കാരൊക്കെ വരുമ്പോൾ അത് ചെന്നൈക്ക് അടുത്ത മത്സരങ്ങളിലൊക്കെ ഒരു പ്രതീക്ഷയാകും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ആ ഒരു രീതിയിൽ ചെന്നൈ വരികയാണെങ്കിൽ നമുക്ക് ഒരു മുന്നോട്ടുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ബൗളർമാരാണ് വീണ്ടും ഈ കാര്യത്തിൽ നമ്മുടെ മത്സരം കയ്യിൽ കിട്ടാവുന്നൊരു സാഹചര്യം പലപ്പോഴും ചെന്നൈക്ക് ഉണ്ടായിട്ട് അവസാന നിമിഷം വരെ ഉണ്ട്. നമുക്ക് അവസാന 18ാമത്തെ ഓവറൊക്കെ നമുക്ക് നൂർ അഹമ്മദ് ഇവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, നൂർ അഹമ്മദ് അല്ല, നമുക്ക് ഖലീൽ അഹമ്മദ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ ഒരു ഓവറൊക്കെ ബാക്കി കിടക്കുകയാണ്. വേണമെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിന് കൊടുത്തു ഒരു മത്സരം ഒന്ന് ടൈറ്റാക്കാവുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു.